വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെ അതിർത്തികൾ പൊതുവെ ശാന്തമാണ്. ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും അതീവ ജാഗ്രത തുടരുന്നു. പാക് പ്രകോപനം തുടർന്നാൽ ആവശ്യമെങ്കിൽ തിരിച്ചടി നൽകാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളുമായി ശ്രീനഗറിൽ നിന്ന് ആദ്യം നമ്മോടൊപ്പം ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുകയാണോ? നമുക്കറിയാം, ഈ ദാൽ തടാകത്തിലൊക്കെ ഇപ്പോൾ എത്രയോ പേരുണ്ടാകേണ്ട ഒരു സമയമാണ്. പക്ഷേ അവിടെ ഒക്കെ ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടിരുന്നു. ഒരു സാധാരണ നിലയിലേക്ക് ജനജീവിതം മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോകാൻ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും? എന്താണ് അവിടെ ഉള്ള ഒരു പുതിയ വിവരം? ക്രിസ്റ്റീന, ഹഷ്മി, ഇപ്പോൾ ശ്രീനഗറിൽ നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്നുള്ളത് ഏതാണ്ട് ജനങ്ങൾ സാധാരണ രീതിയിലേക്ക് എത്തിത്തുടങ്ങുന്നു എന്നുള്ളതാണ്. തെരുവിൽ കുറച്ചുകൂടി കൂടുതൽ പേർ ഇറങ്ങുന്നു. ദിവസവേതന തൊഴിലാളികൾ അടക്കമുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. ജോലിക്കായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാനുള്ളത് ദാൽ ഗേറ്റിലാണ്. ദാൽ തടാകത്തിലേക്ക് ആ ഭാഗത്തേക്കുള്ള പ്രവേശന കവാടമാണ് ഇവിടം. കൂടുതലായി വാഹനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിന് അത്രയും വാഹനങ്ങളോ ആളുകളോ തെരുവിലില്ല എങ്കിൽ പോലും നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ കണ്ടതിനേക്കാൾ കൂടുതലായി ആളുകൾ തെരുവുകളിലേക്ക് ഇറങ്ങി തുടങ്ങുന്നു. കടകമ്പോളങ്ങൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. സാധാരണ രീതിയിൽ ഇവിടെ വളരെ നേരത്തെ കടകൾ തുറക്കാറുണ്ട്, എന്നാൽ ഇന്ന് തുറന്നിട്ടില്ല. ഒപ്പം ഞായറാഴ്ചയാണ് എന്നുള്ളത് അതുകൂടി പരിഗണിക്കേണ്ടി വരും. എങ്കിൽ പോലും ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കുന്ന കടകളാണ് ഇവിടെയുള്ളത്. വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നഗരമായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ അവധി ഉണ്ടാകാറില്ല കടകൾക്കും മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും ജനങ്ങൾ ഒരു ആശ്വാസം നൽകുന്ന കാഴ്ച എന്നുള്ളത് ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. ശാന്തമാണ്, തീർത്തും ശാന്തമാണ്. കശ്മീരിലെ അതിർത്തി മേഖലകളിൽ ഒന്നും തന്നെ പുതിയ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളോ അല്ലെങ്കിൽ വെടിവെപ്പോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും തന്നെ കേട്ടിട്ടില്ല. പൂർണ്ണമായും ശാന്തമാണ്. ഇന്നലെ 9:26 ഏതാണ്ട് പൂർണ്ണമായും ശാന്തമാണ്. ഡ്രോണുകളും അതിനുശേഷം പിന്നീട് ശ്രീനഗറിൻ്റെ ആകാശത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല. പല ആളുകളോടും നമ്മൾ ഈ ദാൽ തടാകത്തിന് സമീപം കാണുന്ന ഘട്ടത്തിലും അവർ ചോദിക്കുന്നത് എന്താണ് ഇന്നലെ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ ഡ്രോണുകൾ എന്തിനായിരുന്നു, പിന്നെ എന്താണ് വെടിനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ്. അവരിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്ന ആശ്വാസകരമായ കാഴ്ച തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും നമ്മുടെ സുരക്ഷാ സേന അതിർത്തികളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. ഒപ്പം തന്നെ ശ്രീനഗർ നഗരത്തിലടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ തുടരുന്നു. നിയന്ത്രണങ്ങൾ നിലവിലും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇന്ന് പുലർച്ചെ വരെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. കൂടാതെ വ്യോമ പ്രതിരോധ സംവിധാനം അടക്കമുള്ള നമ്മുടെ സുശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും ഹൈ അലർട്ടിൽ തന്നെ തുടരുന്നതാണ് നിലവിലിപ്പോൾ ജമ്മു കശ്മീരിലെ സാഹചര്യം. ക്രിസ്റ്റീന, ഹഷ്മി. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ബൽറാം, അവിടെ ഈ പറയുന്ന പോലെ ശ്രീനഗർ അവിടെ എന്താണ് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരുപാട് കുറഞ്ഞിരുന്നു. വല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്രയും പെട്ടെന്ന് ടൂറിസ്റ്റുകൾ തിരികെ വരട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങട്ടെ, അല്ലേ? ഓക്കെ ബൽറാം. അപ്പോൾ ദിലീപ് കുമാർ കുടിച്ചിരുന്നു. ദിലീപ്, ഇനിയും ഉറപ്പായും ഈ പറയുന്ന അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച്, ട്രംപ് മധ്യസ്ഥതയെക്കുറിച്ച്, ഇന്ത്യ പാക് നേരത്തെയുള്ള കീഴ്വഴക്കങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കൂടി തുടങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് നിന്നെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ചില ഭിന്നസ്വരങ്ങൾ ഇപ്പോൾ കേട്ടു തുടങ്ങുന്നുണ്ട്. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ രാജ്നാഥ് സിംഗ് ഇതിനോടകം തന്നെ പ്രതികരിച്ചും കണ്ടില്ല. ദിലീപ്, വേറെ ചില ചർച്ചകൾ കൂടി തുടക്കമാകും ഈ വെടിനിർത്തൽ കരാർ വെടിനിർത്തലോടെ. ദിലീപ്. ഹാഷ്മി, കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് രജൌരി, പൂഞ്ച്, അഖ്നൂർ അങ്ങനെ തുടങ്ങി നിരവധി മേഖലകൾ, പഞ്ചാബിലേക്ക് കടന്നാൽ അമൃത്സർ, ഫിറോസ്പൂർ തുടങ്ങിയ സ്ഥലങ്ങൾ, തരൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഗുജറാത്തിൽ കച്ച്, രാജസ്ഥാനിലെ ജയ്സാൽമേർ, ബാർമർ തുടങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അശാന്തിയോടെയാണ് ജനങ്ങൾ ഉണർന്നതെങ്കിൽ ഇന്നിപ്പോൾ 4 ദിവസത്തിനു ശേഷം, അല്ലെങ്കിൽ കുറേ ദിവസം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം എന്ന് തന്നെ പറയാം, ഏപ്രിൽ 22 ശേഷം, പക്ഷേ കഴിഞ്ഞ 4 ദിവസമായാണ് ഈ സംഘർഷം കൂടുതൽ ശക്തമായത്. ആ ദിവസങ്ങൾക്കു ശേഷം
ഇപ്പോൾ ഒരു നല്ല പുലരിയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ. പക്ഷേ അപ്പോഴും ഈ പാകിസ്ഥാനാണ് മറുവശത്ത് എന്നുള്ളത് കൊണ്ടും പാകിസ്ഥാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാറില്ല എന്നുള്ളത് കൊണ്ടും അവരുടെ മനസ്സിൽ ആധി ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ വെടിവെപ്പുകളുടെയോ ഷെല്ലാക്രമണങ്ങളുടെയോ ഒന്നും ശബ്ദം കേൾക്കാത്ത ഒരു പുലരിയിലേക്കാണ് ഈ സ്ഥലത്തെ ജനങ്ങൾ കൺതുറക്കുന്നത്. അമൃത്സർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അവിടെ ആളുകൾ പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. ഏതായാലും ഇന്നലെ അമേരിക്ക പാകിസ്ഥാനു മേൽ നടത്തിയ ആ സമ്മർദ്ദം, അതിനെ തുടർന്ന് വെടിനിർത്തൽ ധാരണ അത് പ്രാബല്യത്തിലാകുന്നു. ഇതിനൊക്കെ ഇനിയിപ്പോൾ അമേരിക്ക അടക്കം തുടർന്ന് സ്വീകരിക്കുന്ന പാകിസ്ഥാനു മേൽ ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദമായിരിക്കും, അവിടുത്തെ ഭീകരതാവളങ്ങളെ ഇല്ലാതാക്കാൻ അവർ എന്ത് നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഇനി ഈ ലോകം ഉറ്റുനോക്കുന്ന കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതിൽ നേരത്തെ അല്പം മുമ്പ് മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അസിം മുനീറിനെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ചത്. അതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അതിനു മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വിളിച്ചിരുന്നു. അപ്പോഴും ഈ സൈന്യത്തിന് പാകിസ്ഥാനിലുള്ള ഒരു അപ്രമാദിത്വം, അതിനു മുന്നിൽ ഒരുപക്ഷെ ഷഹബാസ് ഷെരീഫിനും ഒന്നും പറയാൻ, ഒരു ഉറപ്പും നൽകാൻ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ചുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറിനെ വിളിച്ചത്. അസിം മുനീറാണ് പ്രധാനമായും ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണക്കാരൻ എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മാത്രമല്ല ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയും അത്തരം പ്രസംഗങ്ങൾ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ഈ നുഴഞ്ഞുകയറ്റത്തിന് പ്രോത്സാഹനം ചെയ്യുകയും ഒക്കെ ചെയ്തത് അസിം മുനീർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അസിം മുനീറിനെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഫോൺ ചെയ്ത് ഇക്കാര്യത്തിൽ തുടർന്ന് പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെ അമേരിക്കയുടെ മുൻകൈയിൽ എടുക്കാം എന്നത് സംബന്ധിച്ച ഉറപ്പ് നൽകാം എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അസിം മുനീർ വഴങ്ങുന്നതും വെടിനിർത്തലിലേക്ക്, അതായത് പാകിസ്ഥാന്റെ ഓപ്പറേഷൻസ് മേധാവി ഡയറക്ടർ ജനറൽ, സൈനിക നീക്കങ്ങളുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ, ഇന്ത്യയുടെ DGMOയെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിക്കുന്നതും ഈ പ്രശ്ന പരിഹാരത്തിനുള്ള വഴികൾ തുടങ്ങുന്നതും. ഏതായാലും പാകിസ്ഥാനു മേൽ അമേരിക്ക വലിയ സമ്മർദ്ദം. ഇതിൽ മാത്രമല്ല, തൊട്ട് തലേ ദിവസം IMFന്റെ വായ്പ 8500 കോടി രൂപയുടെ വായ്പ അവർക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഈ വായ്പ ലഭിച്ചത്. ആ വായ്പ ലഭ്യമാക്കുന്നതിനും അമേരിക്ക പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. നിങ്ങൾ വെടിനിർത്തലുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഈ പണം അനുവദിക്കൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ പണം അനുവദിക്കാൻ വാഷിംഗ്ടണിൽ ചേർന്ന IMFന്റെ ഡയറക്ടർ ബോർഡ് യോഗമാണ് ഈ തീരുമാനമെടുത്തത്. അങ്ങനെ അനുവദിക്കുന്ന പണം ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുകൂടി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം തിരിച്ചറിവുകൾ കൊണ്ടുകൂടിയാണ് ഈ നിലയിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിന് പാകിസ്ഥാൻ തയ്യാറായത്. അതിൽ ഇന്ത്യക്കാണ് മേൽക്കൈ ഇപ്പോൾ എന്ന കാര്യം അവർക്കറിയാം. അത് അവർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതികൾ മാത്രമല്ല, ഈ സിന്ധു നദിയുടെ കരാർ മരവിപ്പിക്കൽ അടക്കമുള്ള പുതിയ വിഷയങ്ങൾ കൂടി പാകിസ്ഥാൻ ഭരണകൂടത്തിന് മേൽ വലിയ സമ്മർദ്ദമായുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒടുവിലാണ് പാകിസ്ഥാൻ ഈ വെടിനിർത്തലിന് സന്നദ്ധമായത്. അവരെ പക്ഷേ എത്രത്തോളം വിശ്വസിക്കാം എന്നത് സംബന്ധിച്ച ആശങ്കയും അത്തരം ചോദ്യങ്ങളുമൊക്കെ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഹാഷ്മി. ബി ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി അജീഷ് ജയകുമാർ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, സമാധാനപൂർവ്വവും ശാന്തമായും ആശങ്കയൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞ ഒരു ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് ഡൽഹി പുലർന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ തിരക്കിട്ട നീക്കങ്ങളൊക്കെ നടന്ന ഒരു നഗരമാണ്. അപ്പോൾ ഇന്നും തിരക്കിട്ട ചർച്ചകളുണ്ടാകും. എന്താണ് ആ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് കാരണമെന്ന അന്വേഷണം ഉണ്ടാകും. പാകിസ്ഥാന് മറുപടികൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഡൽഹിയിൽ ഇന്നത്തെ ഒരു നടപടികൾ എന്തൊക്കെയായിരിക്കും? ക്രിസ്റ്റീന, ഹാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശാന്തമായ ഒരു ഞായറാഴ്ച തന്നെയാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ആയിരുന്നു അതിർത്തിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ അത്തരത്തിലുള്ള വാർത്തകളൊന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വരുന്നില്ല. ഡൽഹിയിൽ അത്തരത്തിലുള്ള തിരക്കിട്ട ചർച്ചകളൊന്നും നിലവിൽ രാവിലെ നടക്കുന്നില്ല. പക്ഷേ ഒരു ഉന്നതതല യോഗം ഉടൻ തന്നെ ചേരുന്നതായിരിക്കും. നിലവിലെ സ്ഥിതിഗതികളൊക്കെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്ന ഒരു യോഗം സേനാ മേധാവിമാരുടെയും സംയുക്ത സേനാ മേധാവിമാരുടെയും അടക്കം യോഗം ചേരുന്നതായിരിക്കും. പ്രതിരോധ മന്ത്രി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. നിലവിലുള്ള സ്ഥിതി, അതേപോലെ സീസ് ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രിയുമായി സംസാരിക്കും. കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ തീരുമാനിക്കും. പക്ഷേ കൂടുതൽ എന്താണ് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ, തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് 3:30 പാകിസ്ഥാന്റെ DGMOയുടെ ഒരു കോൾ ഇന്ത്യൻ DGMOയ്ക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു സീസ് ഫയറിന് സമ്മതം അറിയിച്ചുകൊണ്ട്, അത് അമേരിക്കയുടെ മധ്യസ്ഥയിൽ. പിന്നീട് നമ്മൾ വൈകിട്ട് 5 മണിയോടെ ട്രംപിന്റെ ഒരു ട്വീറ്റ് കാണുന്നു. അതിനുശേഷം ഒരു സീസ് ഫയർ എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നു. പക്ഷെ വലിയൊരു ആശ്വാസമായിരുന്നു ആ ഒരു സീസ് ഫയറിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ രാജ്യത്തുടനീളം എല്ലാവർക്കും ഉണ്ടായിരുന്നത്. തുടർന്ന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമായിരുന്നു ആശ്വാസത്തിന് ആയുസ് ഉണ്ടായിരുന്നത്. പിന്നീട് പാകിസ്ഥാന്റെ പ്രകോപനം പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ഒരു കാരണം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ്. അതൊരു തിരക്കിട്ട ചർച്ചകൾ ഇന്നലെ അതിനിടയിൽ രാത്രിയിൽ പലതവണ നടന്നു. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ ആദ്യം കരുതിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ഉടമ്പടി, അതിൽ ഹോട്ട്ലൈൻ വഴി സ്ഥാപിച്ചിങ്ങനെ ഒരു ധാരണ അത് പാകിസ്ഥാന്റെ സൈന്യത്തിന് അല്ലെങ്കിൽ ആ അതിർത്തി മേഖലകളിലുള്ള ആ കമാൻഡർമാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് രാത്രിയോടെ അത് അങ്ങനെയല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രകോപനമാണ് എന്ന തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു വിദേശകാര്യ മന്ത്രാലയം. പിന്നീട് രാത്രിയിൽ പല സ്ഥലങ്ങളിലുമൊക്കെ പ്രകോപനം ഉണ്ടായിരുന്നെങ്കിൽ പോലും സേന ശക്തമായിട്ട് തിരിച്ചടി നൽകി എന്നുള്ളൊരു വാർത്തകൾ കൂടി പുറത്തു വരുന്നു. പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ താക്കീതും ഒപ്പം തന്നെ ഈ നടപടിയെ അപലപിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം, ഒരു പ്രസ്താവനയൊക്കെ വന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യമായ പ്രകോപനമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പക്ഷേ ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു വലിയ നേട്ടമായിട്ടൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവിൽ നിന്നൊരു പ്രതികരണമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കാം എന്നുള്ളൊരു പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിലായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും നിലവിലെല്ലാം ശാന്തമായി തന്നെ തുടരുകയാണ്. അജീഷ് ഷേമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊപ്പഗണ്ട വാർ കൂടിയായിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാനിൽ അവർ പറയുന്നത് ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ട് അല്ലെങ്കിൽ ഈ വ്യാജങ്ങൾ വെച്ചിട്ട് അവർ ജയിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ മുട്ടുകുത്തിച്ചു എന്ന് പറഞ്ഞ് വലിയ ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അസിം മുനീറിന് ജയ് വിളിക്കുന്നുണ്ട്. അസിം മുനീറിൻ്റെ ഒക്കെ പിന്തുണ വല്ലാതെ ഇടിഞ്ഞു പോയതായിരുന്നു അവിടെ. അപ്പോൾ ഈ കാലത്തിലൂടെ പ്രൊപ്പഗണ്ടയിലൂടെ ആ ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട വിശ്വാസം അസിം മുനീറിനും പാക് പട്ടാളത്തിനൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നൊരു ആശ്വാസം അവർക്കുണ്ട്. അതെ, അവരെ ആശ്വസിക്കട്ടെ. പക്ഷേ അസീം മുനീറിന്റെ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള വിഭാഗീയമായ വിദ്വേഷ പിന്നെ വേറെ ആരാണ്. ഓക്കെ, അപ്പം വിനിത ബിജു കൂടിച്ചിരുന്നു. വിനിത, ഇന്നലെ ഏതാണ്ട് ഇതേ സമയം വന്ന വാർത്ത അവിടെ ഖാസക്കാനിന് മുകളിൽ ഉണ്ടായിരുന്ന സായുധ ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോ ഏതാണ്ട് പൂർണ്ണ സമാധാനത്തിലേക്ക് മടങ്ങുന്നു എന്ന് പ്രതീക്ഷിക്കാമോ? ആൾക്കാരൊക്കെ നിരത്തിലിറങ്ങുന്നുണ്ടോ? കടകളൊക്കെ തുറക്കുന്നുണ്ടോ? എന്താണ് കാഴ്ച വിനീത? തീർച്ചയായും ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ അമൃത്സറിലെ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായി എത്തുന്നൊരു മേഖലയാണിത്. ഇവിടെ ജനജീവിതം ഇന്നും ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ കടകളാണ്. ഈ കടകളൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഇന്ന് ജില്ലാ കളക്ടറിൻ്റെ ഒക്കെ ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. ഒരു ജാഗ്രത പാലിക്കണം എന്നൊക്കെ ഒരു നിർദ്ദേശമുണ്ട് ഒരു വശത്ത്. പക്ഷേ എങ്കിൽ പോലും മറുവശത്ത് ഇങ്ങനെ ഇനി ഒരു അത്തരത്തിലേക്ക് ഒരു അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകളുള്ളത്. കൂടുതലായി ഇപ്പോൾ ഗുരുദ്വാരയിലേക്കും ഒപ്പം ഗോൾഡൻ ടെമ്പിൾ, ഞാൻ നിൽക്കുന്നതിന് കുറച്ച് മറുവശത്താണ്, അവിടെയൊക്കെ പോകുന്നതിനുമൊക്കെയായി നിരവധി ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അവധിയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ മേഖലകളിലും ഇത്തരത്തിലേക്കൊരു ജനജീവിതം പൂർണ്ണമായിട്ടില്ല. പ്രത്യേകം ഈ ടൂറിസ്റ്റുകൾ എത്തുന്ന മേഖലകൾ, ഈ ധാരാളം കടകളുള്ള ചെറിയ ചെറിയ മേഖലകളിൽ മാത്രമാണ് ജനജീവിതം നമുക്ക് ഇത്രയും കാണാൻ കഴിയുന്നത്. നമ്മൾ രാവിലെയൊക്കെ ലൈവ് നൽകിയ ആ സ്ഥലം അവിടെ ഇപ്പോഴും പൂർണ്ണമായും നിരത്തിലേക്കൊന്നും തന്നെ ആളുകൾ ഇറങ്ങുന്നില്ല. ഒപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലേക്കടക്കം കൂടുതൽ പോലീസ് അവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ വലിയൊരു ആശങ്കയിൽ തന്നെയായിരുന്നു സംസ്ഥാനം ഉണ്ടായിരുന്നത്. കാരണം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകൾ, അവിടെ തുടരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പത്താൻകോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണം, ഒപ്പം തന്നെ അമൃത്സറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണം, നമുക്ക് തോന്നുന്നു 2 ദിവസം മുൻപ് അമൃത്സർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ഗുരുദാസ്പൂരിലും പത്താൻകോട്ടിലും ഫിറോസ്പൂരിലും ജലന്ധറിലും ഒക്കെ ഈ ആക്രമണത്തിന്റെ സാധ്യതകൾ നമ്മൾ അറിഞ്ഞതാണ്. ആ മേഖലകളിൽ നിന്നൊക്കെ പിന്നീട് രാവിലെ ആകുമ്പോൾ ഈ ലോഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നു, ഒപ്പം തന്നെ ഈ മിസൈലുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു, ഈ ഷെല്ലാക്രമണം നടത്തിയതിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു. ഇതൊക്കെ വലിയ രീതിയിലേക്കുള്ളൊരു ആശങ്കയിലേക്കാണ് അമൃത്സറിലെ
ജനങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുടെ മുഖം, ഒപ്പം അവർ ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു ജനജീവിതം സാധാരണ നിലയിലേക്ക് ഇങ്ങനെ മാറി വരികയാണ്. അത് അങ്ങനെ തന്നെ ആകട്ടെ. അവരുടെ ആ സമാധാനവും സന്തോഷവും ഒക്കെ ഇനി എക്കാലവും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് കൂടി തന്നെ നമുക്ക് പറയാം. കാരണം സാധാരണക്കാരായ മനുഷ്യരാണ്. നമുക്ക് ഈ ഒരു നഗരമേഖല വിട്ടിട്ട് നമ്മൾ കൂടുതൽ ഈ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മൾ അവരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എങ്കിലും കുടിച്ചിട്ട് മടങ്ങണം എന്നൊക്കെ പറയുന്ന അത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് ആ ഭാഗങ്ങളിലുള്ളവർ. കാരണം ചൂട് വലിയ തോതിൽ ഇവിടെ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ നിങ്ങൾ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ പരിഗണനയുണ്ട്, അതിൻ്റെതായിട്ടുള്ള വലിയ സന്തോഷമുണ്ട്. അവരുടെ ആശങ്കകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ ഈ പാടവുമൊക്കെ കഴിഞ്ഞ് കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അവർ വച്ചേക്കുന്ന അവരുടെ ഗോതമ്പുകളുണ്ട്, അതിങ്ങനെ ചാക്കുകളിലാക്കി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ അവിടെ ആ മേഖലകളിലൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വാഹനങ്ങൾ വരുന്നില്ല, കിട്ടുന്നില്ല, ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറ്റി അയക്കാൻ കഴിയുന്നില്ല. പക്ഷേ രാത്രികാലങ്ങളിലാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എത്തി ആ ചാക്കുകെട്ടുകൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. അങ്ങനെ ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള കുറേയധികം മനുഷ്യന്മാരാണ് ഈ അതിർത്തി മേഖലകളിലൊക്കെ താമസിക്കുന്നത്. കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. അങ്ങനെ കഴിയുന്ന മനുഷ്യരാണ്. മറുഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമൃത്സർ പൂർണ്ണമായും ഒരു സിറ്റി മേഖലയിലാണ്. ഇവിടെയും ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഒരു പ്രത്യാശയുടെ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്, അത്തരത്തിലേക്കുള്ള പ്രത്യാശയുടെ മുഖങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കൂടി തന്നെ നമുക്ക് പറയാം. പക്ഷെ അതേസമയം ഒരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. രാവിലെ ചില ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങിയതായിട്ടുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആളുകൾ കഴിവതും വീടുകളിൽ തന്നെ തുടരണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്പറുകളുണ്ട്, നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നൊക്കെ ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാഷ്മി, ശരി, മേധാവിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ സ്വിച്ചിട്ടാൽ തീരുന്നത് പോലെ ഒരു സംഭവം അല്ലല്ലോ ഈ ആക്രമണങ്ങൾ. അപ്പോൾ അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പല കേസുകൾ നമുക്കറിയാം. ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ ആ ഒരു ചെറിയ തുടർച്ചയും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും. എന്തായാലും ആ ആൾക്കാരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ, അവരുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ നിഷ്കളങ്കമായി നമ്മളോടുള്ള സംസാരം കേൾക്കുമ്പോൾ, ആ ഗോതമ്പ് ചാക്കുകളിൽ നിറച്ചിരിക്കുന്ന ഗോതമ്പ് ആ രാത്രിയിൽ വന്ന് ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ, അതെ,